ഇന്നാണ് ആ ദിവസം. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നല്ലത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരുടെ അനുഗ്രഹം തരാ അല്ലേ? അതെ അതെ അതെ. അപ്പം ഇന്ന് ഗുരുവായൂർ വെച്ച് കല്യാണമാണ്. അപ്പം നിങ്ങളെല്ലാവരും അനുമോൾ അങ്ങനെ വിവാഹിതയായിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ കൺഗ്രാജുലേഷൻ. നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനു മുമ്പേ സ്റ്റാർ മാജിക്കിലൂടെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് അനുമോൾ. അപ്പം വിവാഹത്തെ പറ്റിയിട്ട് ഒരുപാട് ആഗ്രഹത്തോടെ ഒരുപാട് സ്ഥലങ്ങളിൽ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടോ അതൊക്കെ നടക്കാതെ ഇത്രയും ദിവസം വരെ, ഇത്രയും വയസ്സ് വരെ ഇങ്ങനെ നീണ്ടുപോയി. അപ്പോൾ ഇപ്പം എന്തായാലും ആ ഒരു സന്തോഷ നിമിഷം വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, അനുമോളെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. എത്ര ആളുകൾ അനുമോളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് അനുമോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാനതിവിടെ വെച്ച് തരാം. അപ്പം ഇപ്പം അനുമോളുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിയിൽ കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടു. കമൻറ്റുകൾ എന്താണെന്ന് വെച്ചാൽ, കമൻറ്റുകളെന്ന് ഞാൻ ഇവിടെ വയ്ക്കുന്ന കമൻറ്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിനെ തേച്ചു എന്നൊക്കെയാണ് ഒരുപാട് ആളുകൾ പറയുന്നത്. സംഭവം ബിഗ് ബോസിൽ നമ്മൾ കണ്ടതാണ്. ഇത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അനീഷിൻ്റെ അവസാനത്തെ ടൈമിൽ ഒരു സ്ട്രാറ്റജി മാത്രമായിരുന്നു. അല്ലാതെ അനുവിനെ അത് അനീഷ് തന്നെ പറയുന്നുണ്ട്. അനീഷ് തന്നെ പറയുന്നുണ്ട് അത് അവിടുത്തെ ഗെയിം അവിടെ കഴിഞ്ഞു. പുറത്ത് എല്ലാവർക്കും ഒരു ലൈഫ് ഉള്ളതാണ്. പിന്നെയും ഇതൊക്കെ ഇവരെയൊക്കെ വെച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെയൊക്കെ അടിച്ചിറക്കി കമൻ്റ് ഇടാൻ നാണമാനം ഉളുപ്പുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തായാലും അനുമോക്ക് ഒരു കൺഗ്രാജുലേഷൻ തരുവാണ്. കാരണം നമ്മളെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിവാഹമാണ്. ഏറ്റവും വലിയ ദുഃഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വേണ്ടപ്പെട്ടവരെയും ഒക്കെ മരണമാണ് അല്ലേ. അപ്പം സന്തോഷവും ദുഃഖവുമാണ് ഏറ്റവും വലിയ, ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇവിടെ അനു നല്ല ഹാപ്പി ആയിട്ടാണ് ഈ ഒരു പയ്യനെ കണ്ടെത്തിയതും ഈ ഒരു ചടങ്ങിൽ. ഇത്രയും ദിവസം എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് എക്സ്പോസ് ചെയ്യാതെ പുള്ളിക്കാരി അത് സീക്രട്ടായിട്ട് കൊണ്ട് നടക്കുമായിരുന്നു. വേറെ ഒന്നുമല്ല, അതിൻ്റെ കാരണങ്ങളൊക്കെ അനുമോള് തന്നെ പറയുന്നുണ്ട്. ഞാൻ വെച്ച് തരാം. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നല്ലത്. ഈ കല്യാണമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ കല്യാണം നടക്കുന്ന സമയത്ത് ഉറച്ചെന്ന് പറയുമ്പോഴത്തേക്ക് കുറേ ആളുകൾക്ക് കുരു പൊട്ടിയിട്ട് അത് മുടക്കാൻ നടക്കുന്ന കുറേ ആളുകളുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇഷ്ടപ്പെടാത്ത ആളുകളും കാണും, ഇഷ്ടപ്പെടുന്ന ആളുകളും കാണും. എല്ലാവരും അങ്ങനെയാണല്ലോ, സ്വന്തം കുടുംബത്തിലുള്ള ആളുകൾ വരെ അങ്ങനെ കാണും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അനുമോൾ പബ്ലിക്കായിട്ട് അത് പറയാതിരുന്നത്. വളരെ നല്ല കാര്യമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഈ അനീഷിനെ തേച്ചോന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അതൊരു ഗെയിമാണ്, അത് കഴിഞ്ഞു. അത് അനീഷ് വെളിയിറങ്ങിയിട്ട് തന്നെ അത് പറയുന്നുണ്ട്. അത് ഞാൻ വെച്ച് തരാം. അപ്പം കുറേ ആളുകൾ ഇപ്പം പറയുന്നുണ്ട് അനീഷ് പൊട്ടിക്കരഞ്ഞ് തളർന്ന് വീണ് എന്നൊക്കെയാണ് കുറേ ആളുകൾ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. അനീഷിനൊന്നും ഒരു കുഴപ്പമില്ല. അനീഷിനെയും എനിക്കിഷ്ടമായിരുന്നു, അനീഷിൻ്റെ ഗെയിമും എനിക്കിഷ്ടമായിരുന്നു, അനുവിനെ ഇഷ്ടമായിരുന്നു. ബിഗ് ബോസിൽ അനുവിൻ്റെ ഗെയിമും ഇഷ്ടമായിരുന്നു. ഇവരെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എന്തായാലും അനുമോളുടെ വിവാഹത്തെ പറ്റിയിട്ട് അനുമോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് പേരുകൾ ഈ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഈ കുരു പൊട്ടുന്ന കുറേ കമൻസുകളുമായിട്ട് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ അനു ഹൽദിയുമായിട്ടിട്ടിരുന്നൊരു ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു. അതിൻ്റെ അടിയിലും വന്ന് കുറേ ആളുകൾ കമൻറ്റ് ഇടുന്നുണ്ട്. പിന്നെ ഹൽദിക്ക് പിന്നെ എങ്ങനെയുള്ള ഫോട്ടോയാണ് ഫർദ ഇട്ട് വേണോ നിൽക്കാൻ? ഹൽദിക്ക് അങ്ങനെയുള്ള ഫോട്ടോയാണ് ഇടുന്നത്. അത് ഓരോ മത ആചാരങ്ങൾ പ്രകാരമാണ് അങ്ങനെ ചെയ്യുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഓരോ മതത്തിലെ എന്ത് ആചാരമാണോ അതനുസരിച്ച് നിൽക്കാൻ പറ്റൂ. ഹൽദിക്ക് താണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്ന, ഇപ്പം ബിഗ് ബോസിലെ ജിസേലിനെ കുറ്റം പറഞ്ഞ അനുമോള് എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറയാം. ഹൽദിക്ക് പിന്നെ ഹിജബ് ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റും? ഹൽദിക്ക് എന്ത് കമൻ്റാണ് ഇവനൊക്കെ ഇടുന്നത്? അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, അനീഷിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ ചിലപ്പോൾ അങ്ങനെ കമൻറ്റ് ഇട്ടെന്നിരിക്കും. ഇതൊക്കെ ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ട് കാണുക. അതിൻ്റെ അകത്ത് പല സ്ട്രാറ്റജിയും പലരും കാണിച്ചെന്നിരിക്കാം. അത് ഗെയിം ജയിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം പലരും പല സ്ട്രാറ്റജിയും പ്രയോഗിച്ചെന്നിരിക്കാം. അതിലൊരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അനീഷ്. ഓക്കെ, എന്തായാലും ഞാനിവിടെ അനീഷിനെ കുറ്റം പറയാമല്ലോ കേട്ടോ. അനീഷിനെയൊക്കെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും അനു കല്യാണത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. എന്തുകൊണ്ട് എല്ലാവരുടെ അടുത്തും ഇത്രയും നാളായിട്ടും താൻ പറഞ്ഞില്ലെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അതൊന്ന് കണ്ടിട്ട് വരാം. ഒരു കണക്കിന് ഞാൻ അനു കാണിച്ചത് തന്നെ ശരിയെന്ന് ഞാൻ പറയും. കാരണം
അങ്ങനെ ആണടി. നമ്മളെ കുടുംബത്തായാലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലായാലും ഒരു കല്യാണം വരുമ്പോഴത്തേക്ക് മുടക്കാനെ കണ്ട് ഒരുപാട് ആളുകൾ കാണും ഇല്ലേ? അപ്പം അങ്ങനെയുള്ള ആളുകളുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ നിന്നേ പറ്റൂ, വേറെ വഴിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അനു പറയുന്നത് നിങ്ങൾ കണ്ടു നോക്കേ. ഹലോ, ദേ എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ഇന്നലെ ഞാനൊരു ബ്രൈറ്റ് ടു ബിയുടെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ട്രഡീഷണൽ വീഡിയോ. അപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് പേരെങ്കിലും അറിഞ്ഞു കാണും എന്താന്നുള്ളത്. അതെ, ഇന്നെന്റെ കല്യാണമാണ്. അതെ 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 അതെ, ഇന്നെന്റെ കല്യാണമാണ്. അതെ, എനിക്ക് എന്താ പറയണ്ടെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 5:15 കല്യാണം. അപ്പോൾ 5 മണിക്ക് മുന്നേ അവിടെ എത്തണം. അതിന് മുന്നേ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേ സ്റ്റൈലിസ്റ്റ് അമൃതയുണ്ട്, സിജന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. അപ്പം മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് ഞാൻ കുറേ കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, കല്യാണം എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല, എന്താ കുറച്ചുപേര് പറയുന്നു ശരിക്കും പറയാതെ ഇപ്പൊ പെട്ടെന്ന് പറയുന്നതാണ്, ഒരു സർപ്രൈസ് തന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാർ പറഞ്ഞു എന്താ പറയാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. മീഡിയക്കാരൊക്കെ ചോദിച്ചപ്പോൾ കല്യാണം ഇല്ല അടുത്ത വർഷമേ ഉള്ളൂ എന്നൊക്കെ എന്തിനാ കള്ളം പറഞ്ഞത്. ഒരു സർപ്രൈസ് ആയിരുന്നു. അത് മാത്രമല്ല പറയാൻ നമ്മുടെ ലൈഫിലൊരു വലിയൊരു ബിഗ് ഡേ ആണല്ലോ. അപ്പം അത് പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരുടെയും പറഞ്ഞ് നടക്കണം അങ്ങനെ എനിക്ക് തോന്നിയില്ല. ഇതൊരു എന്താ പറയുക സർപ്രൈസ് ആയിട്ട് വെക്കാന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരുടെയും എന്താ ആഗ്രഹത്തിന് പുറത്ത് മാത്രമല്ല, എല്ലാവരും എന്നോട് പറയാറുണ്ട് അനുമോളുടെ കല്യാണം എന്നാന്ന് ചോദിക്കാറുണ്ട്. അതെ, ഇന്നാണ് ആ ദിവസം. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ നല്ലത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരുടെ അനുഗ്രഹം തരാ അല്ലേ? അതെ അതെ അതെ. അപ്പം ഇന്ന് ഗുരുവായൂർ വെച്ച് കല്യാണമാണ്. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഓക്കെ, അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇപ്പം മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം കുളിച്ച് വന്നിരുന്നിട്ടേ ഉള്ളൂ. അപ്പം മേക്കപ്പ് ചെയ്യാം. വളരെ നേരത്തെ എത്തിയത് കൊണ്ട് നമ്മൾ ലേറ്റ് ആയി പോയി. അതെ, മേക്കപ്പ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയാനേ, അതൊരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ബിഗ് ബോസിൽ നിന്ന് വിന്നറായി ഇറങ്ങിയില്ലേ, എനിക്ക് ആദ്യം എന്താ പറയാ മീൻസ് ആദ്യം എല്ലാരെയും നമുക്ക് ഇഷ്ടമാണെങ്കിലും എനിക്ക് അവസാനമൊക്കെ അതിന്റെ റൗണ്ടൊക്കെ വന്ന സമയത്ത് നമുക്ക് പിന്നെ അനുവിനെ നമുക്ക് പേഴ്സണലി നമ്മുടെ ഫ്രണ്ട് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടവും ഇതൊക്കെ ആയിരുന്നു. പക്ഷെ അവസാനം ഭയങ്കര ഇതായിരുന്നു. അപ്പൊ അനു ബിഗ് ബോസ് വിന്നർ ആയിട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ വെറുതെ എന്തെന്നറിയോ, ഇങ്ങനെ എന്റെ ഫോണിൽ ചാറ്റ് GPT ഒക്കെ വന്ന സമയമല്ല. അപ്പം അനുവിന്റെ ഒരു വെഡിങ് ലുക്ക് എന്ന് പറഞ്ഞ് മറ്റേ നമ്മൾ വേറെ ലെഹങ്കയില് ഞാൻ വെറുതെ ടൈപ്പ് ആക്ച്വലി എന്റെ ഫോൺ മാറ്റിയത് കൊണ്ട് ആ ഫോണിലായിപ്പോയി. സോ ഞാൻ അങ്ങനെ വെറുതെ നോക്കി ബ്രൈഡൽ ലുക്ക്. ഞാനപ്പോ വിചാരിച്ചു ആരാണോ ബ്രൈഡൽ ആ സമയം ചെയ്യുന്നത്, ആരായാലും അടിപൊളിയായിരിക്കും അങ്ങനെ എന്നൊക്കെ വിചാരിച്ചു. സീരിയസ്ലി എന്റെ മേക്കപ്പ് പ്രോമിസ്. അവസാനം നോക്ക്, ഞാൻ oh my God. അതാണ് ഇത് ഞാൻ ആക്ച്വലി ഒരാൾക്ക് മാത്രം ഉപയോഗിക്കും. അനുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾക്ക് മാറ്റി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിഷ്ടമുള്ളതാണ്. എന്നെ ചിരിപ്പിക്കില്ലേ ആരത്? അല്ലല്ല അത് വിട്ട നമുക്ക് ബാക്കി. ഇന്നെന്റെ കല്യാണം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഫോട്ടോ പെട്ടെന്ന് എനിക്ക് ഇടണം. അല്ല, ഫോട്ടോ കല്യാണത്തിന് മുന്നേ പുള്ളിയായിട്ടുള്ള ഫോട്ടോ പെട്ടെന്ന് ഇടണമെന്ന്. പെട്ടെന്ന് ഒരുക്കി തന്നെ വിടണേട്ടാ. പറയുന്നതായിട്ടൊന്നും കൊറേ മണിക്കൂർക്ക് മുമ്പേ വന്നാന്ന്, ഒരു കുറച്ച് നേരമായിട്ടുള്ള വന്നിട്ട്. അത് ഈ മെഹന്തി കിട്ട് കഴിഞ്ഞപ്പോ ലേറ്റ് ആയി. എന്തുമാത്രം സർപ്രൈസ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയോ? ഒന്നിനൊരു അപ്പൊ ചിലർക്ക് അയ്യോ ഇങ്ങനെ നമുക്ക് അറിയാതെ പോലും അല്ലേ എന്ന്. ഇതൊന്നും ഒരു എക്സ്പ്രഷനും ഇല്ല മുഖത്ത്. അതുകൊണ്ട് പുള്ളിയുടെ അടുത്ത് പോയാലേ പുള്ളി അങ്ങനെ സർപ്രൈസ് ആയിട്ട് നിൽക്കത്തില്ല. ഞാൻ ഈ വ്ളോഗ് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യും, പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം വിഗ് വയ്ക്കുക. പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. പുള്ളിയെ ഞാൻ റിവീൽ ചെയ്യും, പുള്ളിയെ ഞാൻ കാണിച്ചു തരും നിങ്ങൾക്ക്. പിന്നെ വേറെ എന്താ, അപ്പോൾ ഈ ഒരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾ രാവിലെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് ഒരു 8, 9, 10 മണി അല്ലെങ്കിൽ ചിലപ്പം രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഫോൺ എടുക്കുമ്പോഴൊക്കെ ആയിരിക്കും, ഈ യൂട്യൂബ് തുറക്കുമ്പോഴായിരിക്കും നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാവും, എന്നെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷമാവും.
അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹം ഉണ്ടാവണം. ഓക്കെ. അയ്യോ, ഞാൻ ഭുവന്റെ അടുത്ത് പോകുമ്പോഴേ ഭുവൻ അനു ഓക്കെ അനു വാ പോവാ, ഇതായിരിക്കും നോക്കിക്കോ ഇന്ന്. സത്യമായിട്ട് ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ നോക്കിയിട്ടേ അനു സൂപ്പർ എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ. പറയില്ല, എന്തൊക്കെ കൊടുത്താലും നല്ല ഇരിക്ക. ലിപ്സ്റ്റിക് കൂടുതലുണ്ട്. വാ സാരല്ല, കുഴപ്പമില്ല, നിന്റെ ഇഷ്ടമോ വാ. ഓക്കെ, ഇങ്ങനെ പറയുള്ളൂ. അനു പറഞ്ഞു കേട്ടല്ലോ. അപ്പോൾ എന്തായാലും അനുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ഓക്കെ, ഞാനിവിടെ അനുവിൻ്റെ വിവാഹ വീഡിയോയുടെ കുറച്ച് ഭാഗം, ഇതൊക്കെ അനു ഇട്ടിട്ടുള്ള കേട്ടോ, അനുവിൻ്റെ ഒഫീഷ്യൽ പേജിൽ പുള്ളിക്കാർ തന്നെ അതൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഞാൻ അനുവിനെ അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നീലക്കുയിലിനെയും പച്ചക്കുയിലിനെയും വിളിച്ചില്ല കേട്ടോ. നല്ല കാര്യം തന്നെ കേട്ടോ. ഈ നീലക്കുയിലും പച്ചക്കുയിലൊക്കെ പോകുന്നത് തന്നെ കല്യാണത്തിൻ്റെ വീഡിയോ അല്ലെങ്കിൽ താലി കിട്ടുന്ന വീഡിയോ ഒന്നും എടുക്കാനല്ല. നീലക്കുയിലും പച്ചക്കുയിലും പോകുന്നത് എന്താണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള നീലക്കുയിലിലേക്ക് വിളിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാനിതുവരെ നീലക്കുയിൽ ഇതുവരെ ഇട്ടേക്കുന്ന കണ്ടിട്ടില്ല. വേറെ കുറച്ച് ഓൺലൈൻ മീഡിയാസൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ നീലക്കുയിലൊന്നും ഇട്ടിട്ടില്ല. നീലക്കുയിൽ വിചാരിക്കുന്നുണ്ട് ഒരു മാസത്തെ അരി മേടിക്കാനുള്ള പൈസ അനു നശിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് നീലക്കുയിൽ വിചാരിക്കുമായിരിക്കും. അപ്പോൾ എന്തായാലും വളരെ ലളിതമായിട്ട് ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ടുള്ള ഇതൊന്നും ഇല്ലാതെ വളരെ ലളിതമായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരി അത് കല്യാണം അത് കോർഡിനേറ്റ് ചെയ്തേക്കുന്നത്, നടത്തിയിരിക്കുന്നത്. ഓക്കെ, എന്തായാലും വിവാഹത്തിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പും കൂടെ ഞാൻ വെച്ചുതരാം, കണ്ടു. ഓക്കെ. ഓക്കെ, കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് ഇത് ലവ് മാരേജ് ആണോ അതോ അറേഞ്ച് മാരേജ് ആണോ. കൂടുതൽ ആളുകൾ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് മാരേജ് എന്താണ്. അല്ല, അനു തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് അറേഞ്ച് മാരേജ് ആണ്, ലവ് മാരേജ് അല്ല. പയ്യൻ ഒരു തമിഴാണ് പയ്യൻ. അതുപോലെ പയ്യൻ്റെ അമ്മ, പയ്യൻ്റെ സിസ്റ്ററൊക്കെ ഒരു സിസ്റ്ററൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കണ്ടിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വലിയ ജാടയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പയ്യനായിട്ടാണ് എനിക്കിപ്പം ഇതിനകത്ത് തോന്നുന്നത്. അതുപോലെ പുള്ളി മാന്യമായിട്ട് വന്നിട്ട് എനിക്കൊന്ന് കുറച്ച് ഷൈ ഉള്ള ക്യാമറയുടെ മുമ്പിലൊക്കെ നിൽക്കാൻ കുറച്ച് ഷൈയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായാലും അനുമോക്ക് കൺഗ്രാജുലേഷൻ. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള അനീഷുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ കമൻ്റ് ഇടുന്ന ആളുകളോട് എന്തിനാണ് ചുമ്മാ. അനീഷ് സത്യം പറഞ്ഞാൽ അനീഷ് എപ്പോഴേ വിഷ് ചെയ്തൊക്കെ കാണും അനുവിന് ഈ കല്യാണം നടന്ന സമയത്ത് തന്നെ. അനീഷിൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അനീഷിന് ഒരുപാട് കാര്യങ്ങൾ ഇനി അനീഷിൻ്റെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. കാരണം അനീഷ് അവിടെ കഴിഞ്ഞൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് അനീഷ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞു. ആ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന നേരത്തെ ഒരു വീഡിയോ ഞാൻ വെച്ചിരുന്നില്ല, അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ഒരു സ്ട്രാറ്റജിയാണ്. നമുക്കതിനകത്ത് കുറ്റം പറയാൻ പറ്റത്തില്ല. ഗെയിമിൻ്റെ ഭാഗമായിട്ട് ചിലപ്പം ഒരാളെ ഇമോഷണലി ഡൗൺ ആക്കാനും അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ സ്ട്രാറ്റജി എടുക്കേണ്ടി വരാം. അല്ലാതെ അതും വെച്ചുകൊണ്ട് വെളിയിൽ വന്നിട്ട് അനീഷ്
അനീഷിന് വിഷമമായി, അനീഷിന് സങ്കടമായി, അനീഷ് പൊട്ടിക്കരഞ്ഞങ്ങ് വീണ് ഒലിച്ചു അയ്യോ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്ന ആളുകളോട് എന്താ പറയുക. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. See you.